നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് സൗദിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയിൽ 1158 പുതിയ കൊറോണ വൈറസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 13,930 ആയിരിക്കുന്നു. അതേസമയം മന്ത്രാലയം ഇന്ന് 113 റിക്കവറി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് മൊത്തം വീണ്ടെടുക്കൽ 1925 മാറുകയും ചെയ്തു. തീവ്രപരിചരണത്തിന് 93 കേസുകളാണ് ഉള്ളത്. സൗദി അറേബ്യയിൽ മൊത്തം കോവിഡ് ബാധിച്ച ഇന്ന് 6 വിദേശികളടക്കം 7 പേർ മരിച്ചുവെന്ന ഏറെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 23-നും 67-നും ഇടയിൽ പ്രായമുള്ള 6 വിദേശികൾ മക്കയിലും ജിദ്ദയിലുമാണ് മരിച്ചത്. ജിദ്ദയിൽ മരിച്ച സൗദി പൗരന് 69 വയസ്സാണ് ഉള്ളത്. ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 121 ഉയർന്നിരിക്കുന്നു. ആരോഗ്യവകുപ്പ് 7-ാം ദിവസവും തുടർന്ന ഫീൽഡ് സർവേയിലൂടെയാണ് ഇത്രയും രോഗികളെ കണ്ടെത്തിയത്. പുതിയ രോഗികളിൽ 15% മാത്രമാണ് സ്വദേശികൾ, 85% വിദേശികളാണ്. ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം ആകെ 13,930 എന്ന് കണ്ടെത്തി. ഇവരിൽ 1,925 പേർ സുഖം പ്രാപിച്ചിട്ടുമുണ്ട്. ബുധനാഴ്ച 113 പേർക്കാണ് രോഗമുക്തി ഉണ്ടായത്. 11,884 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇവരിൽ 93 പേർ ഗുരുതരാവസ്ഥയിലുമാണെന്ന് പറയുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇവർ ഉള്ളത്. ആരോഗ്യവകുപ്പിന്റെ 150-ലേറെ മെഡിക്കൽ ടീമുകളാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി ഫീൽഡ് സർവേയുമായി രംഗത്ത് ഉള്ളത്. ഏപ്രിൽ 24 വെള്ളിയാഴ്ച റമദാൻ ആരംഭിക്കുമെന്നാണ് സൗദി സുപ്രീം കോടതി വ്യക്തമാക്കിയത്. റമദാൻ ചന്ദ്രൻ വ്യാഴാഴ്ച കാണുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മക്കയിലെയും മദീനയിലെയും 2 പുണ്യപള്ളികളിൽ പൊതുജന സാന്നിധ്യമില്ലാതെ നമസ്കാരം നടത്തുവാൻ സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ബുധനാഴ്ച അനുമതി നൽകിയിട്ടുമുണ്ട്. കൊറോണ വൈറസ് വ്യാപിക്കുന്നത് മൂലമുള്ള പ്രതിരോധ നടപടികൾക്കിടയിൽ കോവിഡിനെ തുരത്താനുള്ള പ്രതിസന്ധി ഏതാനും മാസങ്ങൾ തുടരുമെന്നാണ് സൗദി ധനകാര്യ സാമ്പത്തിക ആസൂത്രണ മന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള വ്യക്തമാക്കിയത്. കോവിഡ് മൂലം ആഗോള സാമ്പത്തിക വ്യവസ്ഥ വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ സൗദിയിലെ സാമ്പത്തിക സംഭവ വികാസങ്ങളെ കുറിച്ച് നടത്തിയ വെർച്വൽ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നേരത്തെ പ്രഖ്യാപിച്ച പ്രതിരോധ മുൻകരുതൽ താൽക്കാലികമാണ്. സമ്പദ് വ്യവസ്ഥയും സ്വകാര്യ മേഖലയെയും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാധിച്ച സംരംഭങ്ങളെയും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൗരന്മാരെയും സഹായിക്കുവാൻ ഗവൺമെന്റ് എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നും പ്രതിസന്ധിയുടെ ആദ്യ 3 മാസം അവസാനിക്കും മുമ്പ് അഥവാ ജൂണിൽ ചില പദ്ധതികൾ നീട്ടിവെക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കാമെന്നും ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. വിഷൻ 2030 കീഴിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച സൗദി ഗവൺമെന്റ് പുരോഗതിയുടെ ഘട്ടങ്ങൾ താണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പൊതു ധനകാര്യ നിയന്ത്രണവും ധനക്കമ്മി പരിഹരിക്കലും 2019 അവസാനത്തോടുകൂടി സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം എണ്ണേതര വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യം കൈവരിക്കുകയും 2019 അവസാനത്തിൽ അത് 13% വരെ എത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും പ്രവാസികൾക്കിടയിൽ ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് പുറത്തു വരുന്നതെന്ന് വ്യക്തമാണ്. സൗദി അറേബ്യയിൽ 7 പേർ മരിക്കുകയും അതിൽ 6 പേർ പ്രവാസികളായിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം അതികഠിനമാണെന്ന് തന്നെയാണ് അറിയാൻ കഴിയുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.